ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് മമ്മി പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു കുക്കർ വേണം, എനിക്കൊരു തവ വേണം, ഒരു സ്റ്റെയിനർ വേണം. ഇതെല്ലാം കേട്ട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്തോ ചെയ്തു, ഒരു 3-in-1 കുക്കർ തന്നെ അങ്ങ് വാങ്ങിച്ചു കൊടുത്തു. ഇത് സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല, ഞങ്ങൾ വാങ്ങിച്ച് ഒരു സംഭവം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ, നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഇപ്പം എന്നെ കളിയാക്കുമായിരിക്കുമെന്ന്. മൂന്നും കൂടെ ചേർന്നുള്ളൊരു സാധനം എന്ന് പറയുന്നത്. അപ്പം സംഭവം എന്താണ്, അടിപൊളിയാണ്. പീജിയൻ്റെ ഒരു കുക്കറാണ്. എത്ര ലിറ്ററിൻ്റെ ആണ്? 3 ലിറ്ററാണെന്ന് തോന്നുന്നു. നമ്മുടെ ആകാംക്ഷ കൊണ്ട് നമ്മൾ പൊട്ടിച്ച അകമൊക്കെ കണ്ടു കേട്ടോ. ഇനി നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം എന്താണ് ഈ സംഭവം എന്ന്. അപ്പോൾ ഇത് അവരുടെ വക സ്പോൺസേർഡ് അല്ല, ഇത് നല്ല അല്ലെങ്കിൽ നല്ല എന്ന് ഞങ്ങൾ പറയും. ഞങ്ങളിപ്പോൾ വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ. ഇനി ഇതിൽ നമ്മളൊരു ബിരിയാണിയോ എന്താണ് ഉണ്ടാക്കുന്നത്, ബിരിയാണി ഉണ്ടാക്കിയിട്ട് എൻ്റെ റിവ്യൂ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഇത് വാങ്ങിക്കാം. ആമസോണിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് ഒരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നതായിരിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. നമ്മുടെ കുക്കറിൻ്റെ അടപ്പുണ്ട്, തുറന്ന് നോക്കാം. ഓക്കെ, അടിപൊളി. വെയിറ്റിനകത്തിട്ട് വെക്കാം. ഓക്കെ, കുക്കറിൻ്റെ അടപ്പായി. ഇനി കൊള്ളാം അല്ലേ? പാചകം കൂടെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ശരിക്കും അറിയുന്നത് ശരിക്കും കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത്. ഇനി അടുത്ത സംഭവം ഇളക്കാം. അടുത്തത് സ്റ്റെയിനറാണ്. അതിൻ്റെ സ്റ്റെയിനറിന് വേണ്ടിയുള്ള കുഴിയും എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് വാർത്തെടുക്കാൻ വേണ്ടിയുള്ള. കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇതെന്താണ്? ഓക്കെ, സ്റ്റെയിനർ റെഡി. കുക്കറല്ലാതെ നമ്മളൊരു ചരുവമായിട്ട് നമ്മൾ ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് വാർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അടച്ചിട്ട് ഇനി വാർത്തെടുത്താൽ മതി. ഇനി അടുത്തത് കാണാം. ഇനി ഇത് നമ്മുടെ തവയ്ക്ക് ലിഡായിട്ട് ഉപയോഗിക്കാം അല്ലേ? തവയ്ക്ക് ലിഡായിട്ട്. അങ്ങനെ 3-in-1 സാധനമാണ്. ഇനി കുക്കർ എടുക്കാം നമുക്ക്. ഇനി ഇതൊക്കെ മാറ്റിയേക്കാം. ഇതാണ് നമ്മുടെ കുക്കർ. ഓക്കെ, ഇത് മറ്റേ ഇതാ ഇൻഡക്ഷനകത്ത് വെക്കാവുന്ന ടൈപ്പാണ്. 3 ലിറ്ററാണ്. സ്റ്റോക്ക് ലിമിറ്റഡ് 3 ലിറ്റർ. പീജിയൻ്റെ സാധനം. നല്ല അടിപൊളി വെയിറ്റ് ഉണ്ടോ? അത് കൊള്ളാം, സാധനം കൊള്ളാം, കാണാൻ കൊള്ളാം. ഇനി പാചകം ചെയ്ത് നോക്കാം. വേണ്ടേ? ആദ്യം നമുക്ക് ഇത് നമുക്കിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് തവ. ഇനി അടുത്ത് വെച്ച് സ്റ്റെയിനറായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ വേണ്ടേ നോർമലൊരു സ്റ്റെയിനർ മാതിരി അല്ലേ? എന്തിനാണ് പറയുന്നത്? ലോക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ലോക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്ത കുക്കർ. കുക്കർ എങ്ങനെയാണ് അടയ്ക്കുന്നത്? അടിപൊളി. അതാണ്ട് നോർമൽ ഒരു കുക്കറാണെങ്കിൽ നല്ല നീളം ഉണ്ടായിരുന്നു. ഇതിന് നീളമില്ല, വീതിയാണുള്ളത് അല്ലേ? അത് കാണാൻ അത്യാവശ്യം നല്ല രസവുമുണ്ട്. ഒന്നുമില്ല, കണ്ണാടിയായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലേ? ഇനി ഇതിനകത്ത് കുക്ക് ചെയ്തോണ്ടൊന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇതിൻ്റെ ഡിസൈൻ എല്ലാം നല്ലതാണ്. പക്ഷേ എന്തോ ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതെന്തോ ഒരു ഞങ്ങൾക്ക് തൃപ്തിക്കുറവായിട്ട് തോന്നുന്നുണ്ട്. എന്തോ ഇതിന് യൂസ് ചെയ്തിട്ടേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സാധാരണ നമുക്ക് കിട്ടുന്ന പോലത്തെ ഒരു സംഭവമല്ല ഇത്, വേറൊരു എന്തോ ഒരു മെറ്റീരിയലുമാണ്. പണ്ടത്തെ കുക്കറിനകത്തൊക്കെ ഇത് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിപ്പോൾ അത് ഏത് സാധനം എടുത്താലും ഇപ്പം ക്വാളിറ്റി കുറഞ്ഞു വരുമല്ലേ? ഇത് എന്തുവാന്ന് അറിഞ്ഞൂടാ, നമ്മൾ യൂസ് ചെയ്താലേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു ഡിഫറെൻറ്റ് മെറ്റീരിയലാണിത്, ഇതും അല്ലേ? ഇനി എത്ര നാൾ നിൽക്കുമോ നമുക്ക് കണ്ടറിയാം. എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, നമ്മുടെ എല്ലാ വീഡിയോസിലും ഇതൊക്കെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ കുക്കർ അടപ്പ് വെച്ചിട്ട് നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തൂരി എടുത്തു. പിന്നെ ഉള്ളി വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്തെടുക്കാം. ഇത് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് എല്ലാം ഒന്നും കാണിക്കാത്തത്. ഇപ്പം നല്ലതുപോലെ വറക്കേണ്ട കാര്യമൊന്നുമില്ല. ആ മസാല എല്ലാം ഒന്ന് ആ ഇറച്ചിക്കകത്തോട്ടൊന്ന് പിടിക്കണം, അത്രയേ ഉള്ളൂ. 2 സൈഡും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം.
ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് അപ്പോഴത്തേക്ക് കഴുകി വയ്ക്കാം. ഇത് അവിടെ നിന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വറുത്ത് മാറ്റിയതിന് ശേഷം ഞാനൊരു 2 ഉള്ളിയും ഒരു തക്കാളിയും കൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റി അതിനകത്ത് നമ്മുടെ ഇഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയിട്ട് നമ്മുടെ ചിക്കനും കൂടെ അത് ഇട്ടു. പിന്നെ ഒന്നിട്ട് നമ്മൾ എന്താണെന്നറിയാമോ, എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതായ അരി, കഴുകി വാരി വെച്ചിരിക്കുന്നതായ അരി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അരി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ കഴുകി വാരി വെള്ളമൊക്കെ പോക്കി വെച്ചിരിക്കുകയാണ്. അരിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ 3 ഗ്ലാസ്സിന് 6 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കുക്കറിനകത്ത് ആയതുകൊണ്ട് നമ്മളൊരു 5.5 ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുമാണ്, ഈസിയുമാണ് നമ്മളിങ്ങനെ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. പെട്ടെന്നൊക്കെ നമുക്കൊന്ന് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. ഒരുപാട് വേലകളൊന്നും ഇതിനകത്തില്ല കേട്ടോ. ഞാനിത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒരു 5.5 ഗ്ലാസ് വെള്ളം അതിനകത്ത് വീതിയിട്ടുണ്ട്. 3 ഗ്ലാസ് അരിയായിരുന്നു. ഇവിടെ ഇച്ചിരി നിറമൊക്കെ വേണം, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇച്ചിരി നിറമായിട്ടൊക്കെ ഇരിക്കുന്നത്. അത് തന്നെ നമുക്ക് അടച്ചു വയ്ക്കാം. അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് പിടിച്ച് അടച്ചിരുന്നാൽ മതി. എന്നിട്ട് നമുക്ക് അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചിക്കൻ ഇതിനകത്ത് വറുത്തു, നമ്മൾ ബിരിയാണി ആക്കി. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 പേർക്ക് പെട്ടെന്ന് ചോറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 2 ഗ്ലാസ് അരി ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുക്കറിനകത്ത് ചോറ് വയ്ക്കാം. നമുക്ക് ആ സ്ട്രെയിനർ അടപ്പ് വെച്ചിട്ട് നമുക്ക് അരി വാർത്തും എടുക്കാവുന്നതാണ്. ഒരു വീട്ടമ്മയ്ക്ക് വളരെ ഉപകാരപ്രദമായ ഒരു പാത്രമാണിത് കേട്ടോ. എല്ലാം ഒരു പിന്നെ സമയം കൊണ്ട് തന്നെ നമുക്ക് 3 സംഗതികൾ ഇതിനകത്ത് നടത്തിയെടുക്കാനായിട്ട് സാധിക്കും. കിച്ചണിൽ ഒരുപാട് പാത്രങ്ങളും നിരക്കത്തില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു പാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ 4 പേർക്കൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് നമുക്ക് ചോറ് വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ചിക്കൻ ബിരിയാണി എന്തായാലും നോക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറക്കാം. ഇങ്ങനെ അങ്ങോട്ട് തിരിക്കുക. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്നതായ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി, കാഷ്നട്ട്, കിസ്മിസൊക്കെ ഇട്ട് കൊടുക്കാം. മണം പിടിച്ച് വന്നിട്ടുണ്ട്. ബ്രൂണോയ്ക്ക് ഇങ്ങനെയുള്ള മണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ബ്രൂണോ ഉണ്ടല്ലോ നോക്കി നിൽക്കുകയാണ് ചിക്കൻ ബിരിയാണി കഴിക്കാനായിട്ട്. ഭയങ്കര മണം പിടുത്തോ അവന്. ബിരിയാണി വേണോ ബ്രൂണോയ്ക്ക്? പുള്ളിക്കാരൻ കാത്തിരിപ്പായി. എന്താ സന്തോഷം, ചിരിക്കുന്ന നോക്കിക്കേ. ചിരിച്ചോണ്ടിരിക്കുക ബിരിയാണിയുടെ സന്തോഷമാണ്. ബ്രൂണോയ്ക്ക് തരാം കേട്ടോ ബ്രൂണോ. അപ്പോൾ ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇതേപോലെ നമുക്ക് എടുത്ത ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്ക് എന്ത് എളുപ്പം കഴിക്കാം അല്ലേ. അപ്പം നമ്മൾ കുക്കറൊക്കെ വാങ്ങിച്ചു, അതിനകത്ത് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ വെച്ചു. അതെനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി. എന്തായാലും 3 സാധനം വാങ്ങിക്കിട്ട് ഞാൻ ഒരു സാധനം കൊണ്ട് ഡീൽ ചെയ്ത് വെച്ചു. ഇതെല്ലാം വാങ്ങിക്കുവാണെങ്കിൽ എന്തായാലും ഒരു 2000-2500 രൂപയുടെ സാധനങ്ങളാണ്. നമ്മൾ 3 എണ്ണം സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുവാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇതിന് ഇച്ചിരി വിലക്കുറവായിട്ട് തോന്നി. 1700 രൂപയുള്ളൂ. ഇത് നമ്മൾ സ്വന്തമായിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ വീട്ടിൽ ഒരുപാട് പാത്രത്തിൻ്റെ എന്താണ് എണ്ണം കുറയ്ക്കാം, സ്പേസും കുറച്ച് മതി. 3 കാര്യം ഒരടിക്ക് നടക്കുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഈ സാധനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അതിൽ കയറി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട, ഒഴിവാക്കാം. പിന്നെ ഇത് സ്പോൺസേർഡ് അല്ല, നമ്മൾ തന്നെ വാങ്ങിച്ചാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.